2021 ഏപ്രിൽ 24-നാണ് ഞാൻ വക്കീലായിട്ട് എൻറോൾ ചെയ്തത്. ഇപ്പോൾ 2025 ഏപ്രിൽ 24 ആകുമ്പോൾ ഞാൻ 4 വർഷം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. തൃശ്ശൂർ ജില്ലാ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. LLB പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം, എനിക്ക് ക്രിമിനൽ സൈഡ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. ഒരു ക്രിമിനൽ ലോയർ ആവുക എന്ന് തന്നെയായിരുന്നു ഞാൻ എയിം ചെയ്തിരുന്നത്. സിവിൽ എനിക്ക് കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്. ഞാനപ്പം LLB കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ സിവിൽ പഠിക്കാം. സിവിൽ ഈ ഭൂമി തർക്കവും ആ കാര്യങ്ങളും ഫാമിലി ലോയും ഇതൊക്കെ ഫാമിലി കേസുകളും എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ സിവിലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിവിൽ കേസുകൾ മാത്രം എടുക്കുന്ന ഓഫീസിലാണ് ജോയിൻ ചെയ്തത്. 1.5 വർഷം അവിടെ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം എങ്ങനെ അടുത്ത ക്രിമിനലിലേക്ക് പോകണം, ഒരു ക്രിമിനൽ ഓഫീസിൽ കയറണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് DLSAയിലെ ഒരു LADCS എന്ന് പറഞ്ഞൊരു സിസ്റ്റം തുടങ്ങുകയും അതിൽ അസിസ്റ്റൻറ്റ് ലീഗൽ ഡിഫൻസ് കൗൺസിലായിട്ട് എനിക്കതൊരു ഇൻ്റർവ്യൂ വഴി കിട്ടുകയും ചെയ്തത്. പിന്നെ ഏകദേശം ഒരു 2.5 വർഷം ഫുള്ള് ക്രിമിനൽ സൈഡായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. DLSAയിൽ കയറിയപ്പോൾ ഈ അസിസ്റ്റൻറ്റ് ലീഗൽ ഡിഫൻസ് കൗൺസിൽ എന്ന് പറയുമ്പം പൈസ ഇല്ലാതെ വരുന്ന പ്രതികൾക്ക് സൗജന്യ നിയമസഹായം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്ന അവർക്ക് വക്കീലിനെ വെക്കാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വരികയാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ ക്രിമിനൽ കേസുകൾ എനിക്ക് നടത്താനുള്ളൊരു അവസരം കിട്ടി. 2023-ലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അസിസ്റ്റൻറ്റ് ലീഗൽ ഡിഫൻസ് കൗൺസിൽ എന്ന പോസ്റ്റിലേക്ക് കയറുന്നത്. ആ 2023-ഉം 2024-ഉം ഫുൾ ടൈം മാക്സിമം ടൈം ഞാൻ എന്ത് ചെയ്യുന്നതായിരുന്നു, ഈ ഒരു ക്രിമിനൽ സൈഡ്, ഈ ക്രിമിനൽ കേസുകൾ എങ്ങനെ നടത്തണം എന്നുള്ളത് പഠിക്കുന്നതായിരുന്നു. 1.5 വർഷം ഞാൻ ആ സിവിൽ ഓഫീസിൽ ജൂനിയറായിട്ട് നിന്നപ്പോൾ ഞാൻ കുറച്ച് ഉഴപ്പി. അത്ര ഡീറ്റെയിൽ ആയിട്ട് അത്ര എഫേർട്ട് ഞാൻ എടുത്തിരുന്നില്ല. ആ 1.5 വർഷം കൊണ്ട് എനിക്ക് സിവിൽ ഫുള്ള് പഠിച്ചെടുക്കാനും പറ്റിയിട്ടില്ല. സിവിൽ ഭയങ്കര വാസ്റ്റാണ്. പക്ഷെ ക്രിമിനൽ ഞാൻ 2 വർഷം കൊണ്ട് ഇവിടെ ഈ ഓഫീസിൽ കയറിയതുകൊണ്ടാണ്. കാരണം നമുക്ക് അത്ര കേസുകൾ വരുന്നുണ്ട്, നമുക്ക് തന്നെ സ്വന്തമായിട്ട് നടത്താൻ പറ്റുന്നുണ്ട് കേസുകൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ. അപ്പോൾ അങ്ങനെ നടത്തി ക്രിമിനൽ സൈഡ് 2 വർഷം കൊണ്ട് ഫുള്ള് പഠിക്കാൻ പറ്റി. ഇനി ഈ യൂട്യൂബ് ചാനൽ കാണുന്ന സ്റ്റുഡൻസിനോട്, പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നമ്മൾ ആദ്യത്തെ ഒരു 4-5 വർഷം നല്ല എഫേർട്ട് ഇട്ട് പഠിക്കാൻ തന്നെ വേണം. നല്ല എഫേർട്ട് ഇട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഫുൾ ടൈം നമ്മൾ ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഇരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. കാരണം 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് ഓഫീസ് ഇടാം. അപ്പോൾ എനിക്ക് പറ്റിയത് ആ 1.5 വർഷം ആ സിവിൽ കുറച്ചും കൂടി എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. സിവിൽ ഈ ഒരു 1.5 വർഷം കൊണ്ട് എനിക്ക് പഠിച്ചാൽ കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. ക്രിമിനൽ കേസ് ഇപ്പോൾ എന്ത് വലിയ കേസ് വന്നാലും എനിക്ക് നടത്താനുള്ള ഫുൾ കോൺഫിഡൻസ് ആയി. പക്ഷേ സിവിൽ എനിക്ക് അത്ര വന്നിട്ടില്ല. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു വക്കീൽ പറഞ്ഞത്, ആളൊരു 3 വർഷം രാവിലെ 7 മണി തൊട്ടിട്ട് വൈകുന്നേരം 7 മണി വരെ ഫുൾ ടൈം, രാവിലെ 7 അല്ല, രാവിലെ 9 മണി തൊട്ടിട്ട് വൈകുന്നേരം 7 മണി വരെയൊക്കെ ഫുള്ളായിട്ട് ഓഫീസിൽ ഇരുന്ന് സിവിൽ കേസുകൾ നോക്കി ആ ഒരു 3 വർഷം കൊണ്ട് പഠിക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. ഒരു 4-5 വർഷം കൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും, നല്ല എഫേർട്ട് ഇട്ടാൽ മാത്രം. അപ്പോൾ അങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്ക് പറയാം. അങ്ങനെ അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി, ഒരു നല്ല പ്ലാനായിട്ട് തോന്നി. എന്തായാലും പണ്ട് വക്കീൽമാരുടെ സിനിമകൾ കാണുമ്പോൾ തൊട്ട് എനിക്കുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. എങ്ങനെയാണ് ഇത് കേസ് നടത്തി ഒരാളെ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൻ്റെ ആ ഒരു സംഭവം നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ അല്ല അത്. അതിലിപ്പം 10-20ഓളം കേസുകൾ ഇപ്പം എവിഡൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 കേസുകൾ കഴിഞ്ഞു, ജഡ്ജ്മെൻറ്റ് വന്നു. അതിൽ 2 കേസിൽ പ്രതിയെ വെറുതെ വിട്ടു, 1 കേസിൽ പ്രതി ശിക്ഷിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ട് ആ കേസും വിജയിക്കാനുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സിവിൽ കേസ് കമ്പയർ ചെയ്യുമ്പം എനിക്ക് കുറച്ചും കൂടി ക്രിമിനൽ കേസുകൾ ഹാൻഡിൽ ചെയ്യാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. അതൊരു ത്രില്ല് എനിക്ക് തോന്നി. കാരണം നമുക്ക് പോലീസ് ഓഫീസേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. എനിക്കൊരു കേസിൽ ഒരു IPS ഓഫീസറിനെ അടക്കം ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടിയിരുന്നു. അതൊരു നല്ല രസമാണ്, നല്ല ത്രില്ലിംഗ് ആണ്. നമ്മളൊരു ചെസ്സ് കളിക്കുന്ന ഫീലാണ് എനിക്ക് ക്രിമിനൽ കേസ് നടത്തിയപ്പോൾ എനിക്ക് തോന്നിയത്. ക്രിമിനൽ കേസുകളിൽ ട്രയൽ കോഡിൽ മെയിനായിട്ട് വരുന്നത് ക്രോസ് എക്സാമിനേഷനാണ്. സാക്ഷിയെ കൂട്ടിക്കയറി നിൽക്കുന്നു, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ആ ഒരു സംഭവം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ DLSAയിൽ ഇങ്ങനെ ഒരു പോസ്റ്റിൽ കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ കേസുകൾ വരുന്നുണ്ട്. എൻറോൾ ചെയ്തതിന് ശേഷം തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ കേസുകൾ നടത്താനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് ഒരിക്കലും മുഴുവനായിട്ട് ഇത് പഠിച്ചു തീരില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്തി അങ്ങനെ ഒരു പാത്തായിട്ടാണ് ഈ ഒരു അഡ്വക്കസി എനിക്ക് തോന്നിയത്.
അപ്പോൾ ആ ഒരു ക്രോസ് എക്സാമിനേഷൻ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഒരു സിവിൽ ഓഫീസിലാണ്, സിവിൽ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഓഫീസിലാണ് കയറിയത്. അപ്പോൾ ആ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഫയൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം നീ 25 പ്രാവശ്യം വായിക്കണം. എൻ്റെ അടുത്ത് നല്ല ദേഷ്യത്തിലാണ് സാറ് പറഞ്ഞത്. ഞാൻ ഒരു കേസ് കൊണ്ടുവന്നപ്പം സാറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഇതെന്താ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല. സാറ് ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞു, മിനിമം 25 പ്രാവശ്യം നീ ഈ കേസ് വായിക്കണം, തറവായിരിക്കണം, ഫാക്ട്സ് അത്ര തറവായിരിക്കണം എന്ന് പറഞ്ഞു. ആ ഫാക്ട്സ് നമ്മൾ അത്ര കേസിൽ ഫുള്ള് ചാർജ് ഷീറ്റ് ഫുള്ള് ആ കേസ് നമുക്ക് ആ ഫാക്ട്സ് തറവായിരിക്കണം, 25 പ്രാവശ്യം മിനിമം വായിക്കണം എന്നാണ് സാറ് പറഞ്ഞത്. പിന്നെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം അഡ്മിഷൻ വരാൻ പാടില്ല. ക്രോസ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരിക്കലും അഡ്മിഷൻ വരാതെ സൂക്ഷിക്കണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഈ സംഭവം ആദ്യം മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ ഈ 2 വർഷം കഴിഞ്ഞപ്പം എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. സംഭവം ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. ലളിതമാണ് സംഭവം. ഇപ്പം എ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ബി എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ബി എന്ന് പറഞ്ഞ വ്യക്തി എയുടെ വീട്ടിൽ കയറി എയെ അടിച്ചു. ബി എന്ന് പറഞ്ഞ വ്യക്തി എയുടെ വീട്ടിൽ കയറി എയെ അടിച്ചു. അപ്പോൾ അതിൽ പ്രതി ആരായി? പ്രതി ബി ആയി. എ എന്ന് പറയുന്ന ആൾ ആവലാതിക്കാരൻ അല്ലെങ്കിൽ CW ഒന്നാമത്തെ സാക്ഷി, ഇയാളാണ് ആവലാതിക്കാരൻ, ഡിഫാക്ടോ കംപ്ലൈനൻറ്റ്. ഇനി ആവലാതിക്കാരൻ അടി കിട്ടിയ ആൾ എ ആണ്, പോലീസിന് പോയി മൊഴി കൊടുക്കുന്നു. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് CW1 ആയിട്ട് പോലീസ് ചാർജ് ഷീറ്റിൽ വെക്കും. പ്രോസിക്യൂഷൻ അത് PW1 പ്രോസിക്യൂഷൻ വിറ്റ്നസ്, ഫസ്റ്റ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയിട്ട് അവർ വിസ്തരിക്കും. അപ്പോൾ ഈ CW1 ഈ എ എന്ന് പറഞ്ഞ വ്യക്തിയെ കൂട്ടിക്കയറ്റി നിർത്തുകയെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിൽ കാണുക. നമ്മൾ ബിയുടെ വക്കീലാണ്. എ കൂട്ടിക്കയറി നിന്നു, എ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നെ ഇങ്ങനെ വന്നിട്ട് അടിച്ചു, കാര്യങ്ങളൊക്കെ വീട്ടിൽ കയറി വന്ന് അടിച്ചു, അത് അച്ഛനും അമ്മയും ഇവരൊക്കെ കണ്ടു എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സിമ്പിളായിട്ട് പറയണം, നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നമുക്ക് എന്താണ് ചോദിക്കേണ്ടത്? എത്ര മണിക്കാണ് അടിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം. അത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. ആ സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഇതിൽ. അപ്പോൾ സമയം നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പ്രതി താങ്കളെ എത്ര മണിക്കാണ് വീട്ടിൽ കയറി അടിച്ചത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. അതാണ്, പ്രതി എത്ര മണിക്കാണ് വീട്ടിൽ കയറി താങ്കളെ അടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കോടതി എഴുതിയെടുത്തു. എന്നിട്ട് അതിന് ആൻസർ അയാൾ പറഞ്ഞു 11 മണി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? പ്രതി എത്ര മണിക്കാണ് വീട്ടിൽ കയറി താങ്കളെ അടിച്ചത്? ആവലാതിക്കാരൻ എ കൂട്ടിൽ നിന്ന് ആൻസർ പറഞ്ഞു 11 മണിക്ക്. ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് കോടതി എഴുതിയെടുത്തു എന്ന് വിചാരിക്കുക. ഇതിൽ അഡ്മിഷൻ വന്നു. ഇതിലെങ്ങനെയാണ് അഡ്മിഷൻ വന്നത്? എത്ര മണിക്കാണ് വീട്ടിൽ കയറി പ്രതി നിങ്ങളെ അടിച്ചത്? അതിലെന്തൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു? പ്രതി വീട്ടിൽ കയറിയെന്നും അഡ്മിറ്റ് ചെയ്തു, പ്രതി അടിക്കുകയും ചെയ്തു എന്ന് അഡ്മിറ്റ് ചെയ്തു. ഇനി അതിൽ പ്രശ്നം എത്രയേ ഉള്ളൂ? എത്ര മണിക്കാണ് അടിച്ചതെന്ന് മാത്രമേ അവിടെ തെളിയാനുള്ളൂ. ഇനി നമ്മൾ തന്നെ ഓൾറെഡി എന്ത് ചെയ്തു? അഡ്മിറ്റ് ചെയ്തു. പ്രതി എന്ത് ചെയ്തു? വീട്ടിൽ കയറി അടിച്ചു. എത്ര മണിക്കാണ് അടിച്ചതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം എന്തൊക്കെ ഉറപ്പായി? പ്രതി ഇയാളുടെ വീട്ടിലും കയറി, അതിക്രമിച്ച് വീട്ടിലും കയറി ഇയാൾ അടിച്ചു എന്നുള്ളതും നമ്മൾ തന്നെ എന്ത് ചെയ്തു? അഡ്മിറ്റ് ചെയ്തു. എത്ര മണിയെന്ന് പറയുന്ന സംഭവം മാത്രമേ ഇനി കോടതിയുടെ മുന്നിൽ ക്വസ്റ്റ്യൻ ഉള്ളൂ. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഈ കേസിലെ പ്രതി താങ്കളെ എത്ര മണിക്ക് വീട്ടിൽ കയറി അടിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? ഈ രീതിയിലാണ് ചോദിക്കേണ്ടത്. ബി എന്ന് പറഞ്ഞ പ്രതി എത്ര മണിക്ക് താങ്കളുടെ വീട്ടിൽ കയറി താങ്കളെ അടിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. നമ്മളത് അഡ്മിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എത്ര മണിക്ക് അങ്ങനെ അടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പോൾ ഈ ക്രോസ് എക്സാമിനേഷനിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഇതൊരു ബേസിക് കാര്യമാണ്. ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കും, മറ്റുള്ള വക്കീൽമാരൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കും, അറിയാവുന്ന വക്കീൽമാരൊക്കെ ഇരുന്ന് ചിരിക്കും, എന്ത് ചോദിക്കുന്നതൊന്നും അറിയില്ലല്ലോ. കാരണം നമ്മൾ കോടതിയിൽ നിൽക്കും, ക്രോസ് എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ കുറേ പേര് കാണാനുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെയാണ് നന്നായിട്ട് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരു പബ്ലിസിറ്റി വരിക. അതേപോലെ കോടതിക്ക് മനസ്സിലാവും, ഒന്നും അറിയാണ്ടാണല്ലോ ഇങ്ങനെ അഡ്മിഷൻ സിമ്പിളായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഈ രീതിയിൽ വേണം ക്രോസ് എക്സാമിൻ ചെയ്യാൻ. എന്തായാലും 4 വർഷം കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനിയും പഠിക്കാനുണ്ട്. ഈ ഒരു പഠനം അവസാനിക്കുന്നില്ല. അപ്പം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നാഗ്രഹമുള്ള എല്ലാ സ്റ്റുഡൻസും ആദ്യത്തെ ഒരു 4-5 വർഷം നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ഇനി അതല്ല നിങ്ങൾക്ക് ടീച്ചറായാൽ മതി, എന്തെങ്കിലും ഒരു കോർപ്പറേറ്റ് ലോയിൽ കയറിയാൽ മതി,
വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ PSC എക്സാം, അങ്ങനെയുള്ളവർക്കല്ല. വക്കീലാവണമെങ്കിൽ ആദ്യത്തെ 4-5 വർഷം നല്ല എഫേർട്ട് ഇട്ടിട്ട് നല്ല ടൈം കൊടുത്തിട്ട് നമ്മൾ പഠിക്കണം. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ചില ദിവസങ്ങളിൽ 2 മണി 3 മണി 4 മണിക്കൊക്കെ എഴുന്നേക്കും. എന്തെങ്കിലും വിസ്തരിക്കാനുള്ള ദിവസങ്ങളാണെങ്കിൽ, ആ കേസ് പഠിക്കാത്തതാണെങ്കിൽ ഒരു 2 മണി 3 മണിയാകുമ്പം സ്വപ്നത്തിൽ ആ കേസിൽ പ്രതി വരും. പിന്നെ എനിക്ക് ഉറക്കം കിട്ടില്ല. പിന്നെ ഒരു 2 മണി 2:30 3 മണി ആ സമയമാകുമ്പോൾ രാവിലെ ഞാൻ എഴുന്നേക്കും. 2 മണി തൊട്ടിട്ട് 3 മണി 4 മണി 5 മണി വരെ ഞാൻ ആ കേസ് പഠിക്കും. ആ കേസ് പഠിച്ചിട്ട് ആ കേസിൽ എനിക്ക് ആവശ്യമുള്ള പോയിൻ്റ്, ആ പ്രതിയെ അതിൽ ജയിക്കാനുള്ള പോയിൻ്റ് കണ്ട് കിട്ടുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അത് കണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ 2 മണിക്കൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എഴുന്നേക്കും, ചില ദിവസം 3 മണിക്ക് എഴുന്നേക്കും. 2 മണി 3 മണി 4 മണി 5 മണി 5:30 വരെയൊക്കെ ഇരുന്ന കേസ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് സിമ്പിളായിട്ട് കടന്നുറങ്ങും. അതിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും. പിന്നെ കോടതിയിൽ പോവും. പിന്നെ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എനിക്ക് സമാധാനം, അതിൽ ജയിക്കാനുള്ള കാര്യങ്ങൾ കിട്ടുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അത് ഫുള്ള് പ്രിപ്പയർ ചെയ്ത് പിന്നെ കേസ് വിസ്തരിക്കൽ കാര്യങ്ങൾ കുഴപ്പമില്ല. കോടതിയിൽ ഉച്ചവരെ വിസ്തരിക്കലും, ഉച്ചയ്ക്ക് ശേഷം ജയിൽ വിസിറ്റ്, അങ്ങനെ വർക്കുകളൊക്കെ ഉണ്ട്. അതിനുശേഷം വൈകുന്നേരം ടൈം ഇപ്പോഴാണ് കുറച്ച് വീഡിയോസ് എടുക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, 2023-24 വർഷങ്ങളിൽ ഞാൻ LLB എൻട്രൻസിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല. കാരണം 23-24 വർഷം ഇത് പഠിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിമിനൽ കേസ് നടത്താൻ എങ്ങനെ പഠിക്കണം, അത് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കത് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ അതാണ് രാവിലെ ഒരു 2 മണി 3 മണി തൊട്ടിട്ട് വൈകുന്നേരം 5 മണി വരെ കോടതിയും കേസും തന്നെയാണ്. വൈകുന്നേരം വന്നാൽ ഇതൊരു ഹോബി പോലെ LLBയുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ടേബിൾ ഇങ്ങനെയാണ്.